ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, സാംസങ് ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തൊരു മൊബൈലാണ് സാംസങ് F41 എന്ന മൊബൈൽ. അതെ ഗൈസ്, ഇന്ന് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന്റെ അൺബോക്സിംഗ് എല്ലാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ അൺബോക്സിംഗോട്ട് പോകും. അൺബോക്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം നോക്കാം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ RAM 6GB ആണ് വരുന്നത്. ഇതിന്റെ ഇന്റർണൽ സ്റ്റോറേജ് 64GB ആണ്. അതുപോലെ തന്നെ നമ്മളുടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ വന്ന് ഫ്യൂഷൻ ബ്ലാക്ക് ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന്റെ അൺബോക്സിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അൺബോക്സിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന നമ്മുടെ കിടക്കാച്ച സംഭവമാണ്. അപ്പോൾ ഗൈസ്, അതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് അതിന്റെ വാറണ്ടി കാർഡും പിന്നീട് സിമ്മിലേക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള അതിന്റെ പിന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ഫോണിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ചാർജറിൽ യൂസ് ചെയ്യുന്ന USB കേബിളാണ്. പിന്നീട് നമുക്ക് ചാർജറും അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, അതിൽ നമുക്ക് മാറ്റിച്ച് നമുക്ക് നമ്മുടെ ഫോണിന്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോൺ. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. അതുമാത്രമല്ല, ഇതിന്റെ ബാക്ക് ഭാഗം കണ്ടത് നേരത്തെ ഒരു അടിപൊളി, ഇതിന്റെ ഫിനിഷിംഗ് ഒരു അടിപൊളി ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഡ്യൂ ഡ്രോപ്പ് ഡിസൈനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണെന്ന്. അപ്പോൾ ഗൈസ്, ഇതിന്റെ ടച്ചും കുഴപ്പമില്ല, ഒരു നല്ലൊരു ടച്ച് തന്നെയാണ്. എല്ലാത്തിലും മികച്ചൊരു ഫോണാണെന്ന് തന്നെ പറയാം. കാരണം പ്രൈസിലാവട്ടെ, മോഡലിലാവട്ടെ, ലുക്കിലാവട്ടെ, എല്ലാത്തിലും ഒരു മികച്ചൊരു ഫോണാണ് എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മൊബൈലിന്റെ കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് പോയേക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ആൻഡ്രോയിഡ് വെർഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ മൊബൈൽ വന്നിട്ട് ഈ മൊബൈലിന്റെ വേർഷൻ വന്നിട്ട് ആൻഡ്രോയിഡ് 10, അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ മൊബൈലിന്റെ ക്യാമറ എല്ലാം അടിപൊളിയാണ്. ഫ്രണ്ട് ക്യാമറ ഡ്യൂ ഡ്രോപ്പ് മോഡലിലും ബാക്ക് ക്യാമറ 64 മെഗാ പിക്സലുമാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.